നമസ്തേ. വിജനമായ ഒരു ദ്വീപിലൂടെ ദിനോസറുകളുടെ മുട്ടയുടെ മുകളിലൂടെ നടന്നു പോകുന്ന ഒരു അവസ്ഥ. ഏത് എപ്പോൾ പൊട്ടുമെന്ന് അറിയില്ല. ഇത്തരത്തിൽ ജീവിതം ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയുടെ ഓരോ ബിഹേവിയറുകളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? നെഗറ്റീവായിട്ടുള്ള അവരുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യാതെ രക്ഷപ്പെടുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ജീവിതം ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെ തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള ആ വ്യക്തിയെ പ്രതി വളരെയധികം സന്തോഷവും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും അതിനുശേഷം ആ സന്തോഷം താഴേക്ക് പോയിട്ട് ദുഃഖത്തിലേക്ക് പോവുകയും അതിനുശേഷം വീണ്ടും സന്തോഷം വരുന്നു, അല്ലെങ്കിൽ പിന്നീട് അത് ദേഷ്യത്തിലേക്ക് പോകുന്നു, പിന്നെ അത് ശാന്തതയിലേക്ക് പോകുന്നു. അങ്ങനെ എപ്പോഴും ഒരു കയറ്റിറക്കങ്ങളുടെ അവസ്ഥയിലൂടെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഇമോഷൻസ് സഞ്ചരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആൻഡ് യുവർ പാർട്ട്ണർ, അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള പേടി കൊണ്ട് എപ്പോഴും നിങ്ങളിലേക്ക് കടിച്ചു തൂങ്ങി നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ അവരോടുള്ള കമ്മിറ്റ്മെന്റ് എപ്പോഴും റീഅഷ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അതുപോലെ തന്നെ ഉണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. നിങ്ങൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് ജെന്റിലായിട്ടുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പോലും അസൂയ അല്ലെങ്കിൽ താൻ ഒറ്റപ്പെടുമോ എന്നുള്ള പേടിയോട് കൂടിയുള്ള അസൂയയുടെ പുറത്തുള്ള മോണിറ്ററിങ്ങും കൺട്രോളിങ്ങും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ? 2-3 ലക്ഷണങ്ങളുടെ എഫക്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. ചില വ്യക്തികളുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ആ ഒപ്പം ജീവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ പാർട്ട്ണർക്ക് ഉണ്ടാകുന്ന, അവരിലുണ്ടാകുന്ന, ആ വിക്ടിമിനുണ്ടാകുന്ന എഫക്റ്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ എഫക്റ്റുകൾ, ഇനി പറയാൻ പോകുന്ന എഫക്റ്റുകൾ, അതുപോലെ തന്നെ ബോർഡർ ലൈൻ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ ഒരു വ്യക്തിത്വ വൈകല്യമാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, എസ്പെഷ്യലി ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ കൂടെ ജീവിക്കുന്ന സമയത്തുണ്ടാകുന്ന വിക്ടിംസിനുണ്ടാകുന്ന, അവർക്കുണ്ടാകുന്ന എഫക്റ്റുകളെ കുറിച്ചുമാണ്. പ്രധാനമായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചും അതുപോലെ തന്നെ ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു കോമൺ ആയിട്ടുള്ള ചില മാനസിക പ്രശ്നങ്ങളെ കുറിച്ച്, അതിന്റെ സൈൻ ആൻഡ് സിംറ്റംസിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ നമ്മൾ കേൾക്കാറുള്ളത്. അല്ലെങ്കിൽ നാർസിസ്റ്റിക് അബ്യൂസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, അത്തരത്തിൽ ആത്മാരാധക വ്യക്തിത്വങ്ങളുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് നമ്മളിലുണ്ടാകുന്ന എഫക്റ്റുകളെ കുറിച്ചും പലരും ഡിസ്കസ് ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അധികം ഡിസ്കസ് ചെയ്യാത്തതും എന്നാൽ വളരെയധികം കോമൺ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മാനസിക പ്രശ്നം, അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന എഫക്റ്റുകൾ, അതിനെ എങ്ങനെയാണ് നമുക്ക് സൈക്കോ സ്പിരിച്വലി തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നത്, എന്തൊക്കെയാണ് ഈ വ്യക്തികൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്നുള്ളതും കൂടി ബ്രീഫായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ 3 എഫക്ട്സ് ആണ്, വിക്ടിംസിനുണ്ടാകുന്ന 3 എഫക്ട്സ് ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അടുത്ത ലക്ഷണം എന്താണ്, അടുത്ത എഫക്റ്റ് എന്താണ്, ഓരോ ലക്ഷണങ്ങളെയും ആസ്പദമാക്കിയിട്ടാണ് ഓരോ എഫക്റ്റ് ഉണ്ടാകുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ എഫക്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്ന് കരുതി നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണർക്ക് ഇന്ന പ്രശ്നം ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്ന ലക്ഷണങ്ങളും നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മനഃശാസ്ത്രജ്ഞന്റെ സപ്പോർട്ട് അവിടെ ആവശ്യമുണ്ട് എന്ന് ഫീൽ ചെയ്യും. കാരണം നിങ്ങളുടെ ജീവിതം അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും എത്തി നിൽക്കുന്നത്. ഈ വീഡിയോ ഒന്നിനുമുള്ള ഉപദേശങ്ങളോ അഡ്വൈസസോ ഗൈഡൻസസോ അല്ല. ഇതൊരിക്കലും പ്രൊഫഷണൽ അഡ്വൈസിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും അല്ല. മറിച്ച് ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ, ഒരു ഇൻഫോർടൈൻമെന്റ് വീഡിയോ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. അടുത്തതായിട്ട് ബോർഡർ ലൈൻ ഇൻഡിവിജ്വൽസിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് കുറ്റബോധവും അതുപോലെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അവസ്ഥയും, ഗിൽറ്റ് അതുപോലെ തന്നെ സെൽഫ് ബ്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വളരെ ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം കൂടെയുള്ള പാർട്ട്ണർ തന്നെയാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ അത്ര അടുത്ത് ജീവിക്കുന്ന ആ വ്യക്തി തന്നെയാണ് നിങ്ങളിലേക്ക് ആ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. ഇതാരുടെയും കുറ്റമല്ല. ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെയോ ഇങ്ങനെ ആക്കി തീർക്കുന്നത് അവരുടെയോ കുറ്റമല്ല. ഇതൊരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓർ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അതിന് തീർച്ചയായിട്ടും വിദഗ്ധരായ മനഃശാസ്ത്രജ്ഞർക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ പല ബന്ധങ്ങളും തകർന്നു പോകുന്നതും പല കുടുംബങ്ങൾ തകർന്നു പോകുന്നതും അല്ലെങ്കിൽ പല ആളുകളുടെയും ജീവിതം താറുമാറാകുന്നതിനും ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോലും ആൾക്കാരെ എത്തിക്കുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ മാനസിക രോഗങ്ങളെ കുറിച്ചിട്ടുള്ള അജ്ഞതയാണ്. ഓരോ മാനസിക രോഗത്തിന്റെയും പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ളത്, ചിലപ്പോൾ സമാനമായിട്ടുള്ളതും ഓവർലാപ്പിംഗ് ആയിട്ടുള്ളതുമായിട്ടുള്ള സൈൻ ആൻഡ് സിംറ്റംസ് നമുക്ക് രോഗനിർണയ മാനുവലുകളായിട്ടുള്ള DSM-ലും ICD-യിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ മനഃശാസ്ത്രം പഠിക്കുന്നവരൊഴിച്ച് സാധാരണക്കാർ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാറുമില്ല,
അവരുടെ അടുത്തേക്ക് സാധാരണ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ എത്തുന്നതും വളരെ റെയറാണ് ഇപ്പോഴും നമ്മളുടെ ഈ ആധുനിക കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ആളുകൾ മറ്റുള്ളവരുടെ ബിഹേവിയറിനെ മനസ്സിലാക്കാൻ പറ്റാതെയും സ്വന്തം അവസ്ഥകളെ തിരിച്ചറിയാൻ പറ്റാതെയും ഒക്കെ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. മനഃശാസ്ത്രജ്ഞനെ കാണുന്നതും ചികിത്സ എടുക്കുന്നതും ഒക്കെ വലിയൊരു തെറ്റോ കുറ്റമോ നാണക്കേടോ ആണെന്നുള്ള രീതിയിലാണ് ഇന്ന് പല ആളുകളും കണ്ടുവച്ചിരിക്കുന്നത്. വ്യാജ മനഃശാസ്ത്രജ്ഞരെയോ അല്ലെങ്കിൽ കഴിവില്ലാത്ത ആളുകളെയോ കാണുന്നതുകൊണ്ട് പരിഹാരം കിട്ടിക്കൊള്ളണമെന്നുമില്ല. അതുകൊണ്ട് ആദ്യ സെഷനിലൊക്കെ പോകുന്ന സമയത്ത് ആളുകൾക്ക് ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നും. ഈ പ്രശ്നമുള്ള ആളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, കൂടെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പെട്ടെന്ന് ഡിഫറൻസ് വരാത്തതായിട്ട് തോന്നും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആൾട്ടറേഷൻസ് വരുത്തിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് പുതിയ എൻവയോൺമെന്റുമായിട്ട് സയന്റിഫിക് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടും ഒക്കെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. മാനസിക പ്രശ്നങ്ങളും വ്യക്തിത്വ വൈകല്യങ്ങളും ഒക്കെ ചിലത് തെറാപ്പിയിൽ ഭേദമായേക്കാം, ചിലത് കൗൺസിലിങ്ങിലൂടെ കടന്നു പോകുന്ന സമയത്ത് ബെറ്റർ ആയേക്കാം, ചിലതിന് ചിലപ്പോൾ മെഡിക്കേഷൻ അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം. ബട്ട് ലിവിങ് വിത്ത് ദാറ്റ്, അഡ്ജസ്റ്റിംഗ് വിത്ത് ദാറ്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മനഃശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഈ വ്യക്തിയോട് കൂടിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്ത് പോകാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. അതിനാൽ ബന്ധങ്ങൾ തകരാതിരിക്കട്ടെ, കുടുംബങ്ങൾ അതിന്റെ നല്ല രീതിയിൽ തന്നെ നിലകൊള്ളട്ടെ, ആളുകൾക്ക് അസുഖാവസ്ഥകളിൽ നിന്നും ഡിസോർഡേർഡ് ആയിട്ടുള്ള അവസ്ഥകളിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള രൂപാന്തരണത്തിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചാണ് ഇതിവിടെ പറയാമെന്ന് തീരുമാനിച്ചത്. അടുത്തതായിട്ട് നമ്മൾ ബോർഡർ ലൈൻ ഇൻഡിവിജ്വൽസിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ്, ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്നതായിട്ടുള്ള അവസ്ഥ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ള വ്യക്തിയിൽ നിന്നായിരിക്കും ഇത്തരത്തിലുള്ള ബിഹേവിയറുകൾ വരുന്നത്. ആ സമയത്ത് സാധാരണ മനുഷ്യർക്ക് അതിനെ ഡീല് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുക, മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ താങ്ങാനാകുക എന്നത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പലരും അതിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യാറുണ്ട്. പക്ഷെ ആ സമയത്ത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ജീനിയസിനെ പോലെ നിങ്ങൾക്ക് ഇത്രയും ശ്രമകരമായിട്ടുള്ള അവസ്ഥകളെ വിജയകരമായിട്ട് തന്നെ തരണം ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ബോർഡർ ലൈൻ ഇൻഡിവിജ്വൽസിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് എപ്പോഴും അവർ മാനിപ്പുലേറ്റ് ചെയ്യും. ഈ മാനിപ്പുലേഷൻ കൂടെയുള്ള പാർട്ട്ണർക്ക് ചിലപ്പോൾ മനസ്സിലാകും, ചിലപ്പോൾ അതിലേക്ക് ഒരു കോ ഡിപ്പെൻഡൻസി വന്നു ചേരാനും സാധ്യതയുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഈ മാനിപ്പുലേഷന് വിധേയപ്പെട്ടുകൊണ്ടും അതിനെ അംഗീകരിച്ചുകൊണ്ടും ജീവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് മറ്റൊരു എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൂടെയുള്ള വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിനെയും ഇത് ബാധിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. ലോങ് ടൈമിൽ സ്ട്രെസ് അനുഭവിക്കുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് ഡൈജഷൻ കുറയുന്നത് പോലെ അല്ലെങ്കിൽ ടെൻഷൻ, ഹെഡേക്ക്, അതുപോലെ തന്നെ ആൻസൈറ്റി വളരെയധികം ഉയർന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഇമോഷണൽ വേലിയേറ്റങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള വെയർ ആൻഡ് ടയർ ബോഡിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും ഒരു സയന്റിഫിക് പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഡിപ്രഷനിലേക്കോ അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഇമോഷണൽ ഡിസ്റ്റർബൻസിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യത ബോർഡർ ലൈൻ ഇൻഡിവിജ്വൽസിന്റെ കൂടെ ജീവിച്ച് ആ ഒരു ബോർഡർ ലൈൻ അബ്യൂസ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ സ്വന്തം ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരികയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് ഡീല് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും സാധിക്കാതെ വരും. കാരണം ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ട് പല കാര്യങ്ങളും ജീവിതത്തിൽ മാറ്റം വരുത്തും. ഫിനാൻസ് പോലുള്ള കാര്യങ്ങളിലൊക്കെയുള്ള നിയന്ത്രണം തന്നെ ചിലപ്പോൾ നഷ്ടമായേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രവേശനമില്ലാത്തതും എന്നാൽ നിങ്ങളുടെ ബൗണ്ടറീസിലേക്ക് അവരെപ്പോഴും പ്രവേശിച്ചു കൊണ്ടുവരിക്കും. അവരുടെ ഉള്ളിലെ തന്നെ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഹെഡേക്ക്, ഇൻസോമിനിയ പോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള സൈൻ ആൻഡ് സിംറ്റംസ് നിങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ പ്രതിരോധം അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രതിരോധം അത് നമ്മൾ എക്വിപ്പ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതും കൂടി ഇപ്പോൾ മനസ്സിൽ വെക്കുക. കാരണം ഡിസ്ട്രെസ് എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ്. ഈ സ്ട്രെസ് ലോങ് ടൈമിൽ നിൽക്കുന്ന സമയത്ത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് പോലും നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് വളരെ പണ്ട് തന്നെ. ഇനി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുന്ന സമയത്ത് അവർ കാണിക്കുന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്. DSM-ലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സൈൻ ആൻഡ് സിംറ്റംസിന്റെ ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ആസ് എ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള
അടയാളങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഈ അടയാളങ്ങളിൽ ഭൂരിഭാഗവും 6 മാസമോ അതിലധികമോ ആയിട്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാവുകയും അയാളുടെയും ചുറ്റിനുള്ള ആളുകളുടെയും ജീവിതം വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോവുകയുമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മനഃശാസ്ത്രജ്ഞന്റെ സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത്. മറ്റു പരിഹാരങ്ങളിലേക്ക് ഈ സൈൻ ആൻഡ് സിംറ്റംസ് ഓരോന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കടന്നു പോകാം. ഭാവന ചെയ്തതോ യാഥാർത്ഥ്യത്തിലുള്ളതോ ആയിട്ടുള്ള ഒറ്റപ്പെടുത്തലുകളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭ്രാന്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. താൻ ഒറ്റപ്പെടുമോ, ഈ കൂടെയുള്ള ആളുകൾ എന്നെ ഒറ്റപ്പെടുത്തുമോ എന്ന് വിചാരിച്ചുകൊണ്ട്, നേരത്തെ ഞാനൊരു എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അവരിലേക്ക് ഓവർ ഡിപ്പെൻഡ് ആകുകയും അല്ലെങ്കിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയും എപ്പോഴും അവരുടെ കമ്മിറ്റ്മെന്റിനെ റീ അഷുറൻസ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. ഈ വ്യക്തിത്വ വൈകല്യത്തിന്റെ തന്നെ ഭാഗമായിക്കൊണ്ട് ചിലപ്പോൾ സ്ട്രെസ് അധികരിക്കും ചില സമയങ്ങളിൽ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇവരിൽ തന്നെ പാരനോയിക് ആയിട്ടുള്ള സംശയങ്ങളും ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മാനസിക പ്രശ്നമോ പേഴ്സണാലിറ്റി ഡിസോർഡറോ വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ് എന്ന് പറയാൻ വളരെ ശ്രമകരമാണ്. ഒന്നിന്റെ ലക്ഷണം മറ്റുള്ളതിലൊക്കെ ഓവർലാപ്പായിട്ട് കിടക്കും. അതിനാണ് കോമോബിഡിറ്റി എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ വളരെ ചുരുക്കിയാണ് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അൺസ്റ്റബിൾ ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളാണ്. അസ്ഥിരമായിട്ടുള്ള മാനുഷിക ബന്ധങ്ങളാണ് ഇവർക്കുണ്ടാകുക എന്നുള്ളത്. ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളുടെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള ഐഡിയലൈസേഷൻ വേഴ്സസ് ഡീവാലുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ വളരെയധികം സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന അതേ വ്യക്തി തന്നെ ഒരു നിശ്ചിത ടൈം പീരീഡ് കഴിയുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു അവസരം വരികയോ ഒരു ട്രിഗർ ഫാക്ടർ വരികയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഐഡിയലൈസ് ചെയ്ത അതേ വ്യക്തി തന്നെ നിങ്ങളെ താഴേക്ക് വലിച്ചിടും അല്ലെങ്കിൽ ഡീവാല്യൂ ചെയ്യും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അൺസ്റ്റബിളുമാണ്, അറ്റ് ദ സെയിം ടൈം ഇന്റൻസുമാണ്. അതുപോലെ തന്നെ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഇമേജ് അല്ലെങ്കിൽ സെൽഫ് ഐഡന്റിറ്റി, തന്നെ കുറിച്ച് തന്നെയുള്ള അവബോധം ചില സമയങ്ങളിൽ ഡൗട്ട്ഫുൾ ആയിരിക്കും. തന്റെ റോൾ എന്താണ്, തന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള അറിവ് അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ വാക്വം ഒക്കെ ഫീൽ ചെയ്യാനുള്ള ശൂന്യത, ശക്തമായിട്ടുള്ള ശൂന്യതയൊക്കെ ഇവരിൽ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ആ ശൂന്യതയെ മറികടക്കാനായിട്ട് ഇവർ ചിലപ്പോൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റെക്ലെസ് ആയിട്ടുള്ള പല രീതിയിലുള്ള ബിഹേവിയറുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇമ്പൾസിവിറ്റി ഇൻ അറ്റ്ലീസ്റ്റ് 2 ഏരിയാസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ സബ്സ്റ്റാൻസ് അബ്യൂസ് അല്ലെങ്കിൽ മദ്യപാനം പോലുള്ള പ്രശ്നങ്ങൾ, റെക്ലെസ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ, ഇങ്ങനെയുള്ള പല ബിഹേവിയറുകളിൽ എക്സ്ട്രീം ആയിട്ട് 2 എണ്ണമെങ്കിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. എസ്പെഷ്യലി സെൽഫ് ഹാം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ സൂയിസൈഡ് എന്ന് പറയുന്ന സമയത്ത് പല ആളുകൾക്കും സ്വന്തം ശരീരത്തിനെ വെറുക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം ശരീരത്തിനോട് സ്നേഹമുള്ള ആൾക്ക് അവന്റെ ശരീരത്തിൽ ഒരു പെർമനന്റ് സ്ക്രാച്ച് അല്ലെങ്കിൽ ഒരു മാർക്ക്, ഒരു പച്ച കുത്തുന്നത് പോലും ഇഷ്ടമുണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പക്ഷം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തിനെ ഹാം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനോ ഉള്ള സാധ്യതയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ കുറവുകളോടും പ്ലസും നെഗറ്റീവും അടക്കം സ്വന്തം ശരീരത്തിനെ, സെൽഫ് ഇമേജിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. സെൽഫ് എന്ന് പറയുന്ന സമയത്ത് ശരീരം മാത്രമല്ല, മനസ്സുമുണ്ട്. തന്റെ ഐഡന്റിറ്റി, തന്റെ റോൾ, അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ ഈ ഒരു പ്രശ്നത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ശരീരത്തിനോടും കൂടെ വെറുപ്പുണ്ടെങ്കിൽ സെൽഫ് ഹാമിങ് ബിഹേവിയറുകളും ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രവണത, ആത്മഹത്യാ ഭീഷണി, ചിലപ്പോൾ ആത്മഹത്യാ ശ്രമവും അത് യാഥാർത്ഥ്യത്തിൽ നടക്കാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ പറയുന്ന ബോർഡർ ലൈൻ കേസുകളിൽ. അതുകൊണ്ട് തന്നെ കൂടെ ജീവിക്കുന്ന ആളുകൾ അക്കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. ചെറിയൊരു അവസ്ഥയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് എന്ന് കരുതുന്നതിന് പകരം ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആവശ്യമാണ് എന്ന് തോന്നുന്ന സമയത്ത് ഒരു അംഗീകൃത മനഃശാസ്ത്രജ്ഞനെ കാണുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഇവരുടെ മൂഡ് ആൻഡ് അഫക്റ്റ് ഇൻസ്റ്റബിൾ ആയിരിക്കും. പല രീതിയിൽ ഇവരുടെ മൂഡ് മാറുന്നതായിട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത രീതിയിൽ, ചിലപ്പോൾ സന്തോഷത്തിലും ചിലപ്പോൾ സ്റ്റെബിൾ ആയിട്ടും ചിലപ്പോൾ ഭയങ്കര ദുഃഖമായിട്ടുള്ള അവസ്ഥയിലും ഒക്കെ ഫീൽ ചെയ്യും. ചിലപ്പോൾ ഇവരുടെ പുറമേ കാണുന്നതായിട്ടുള്ള അവസ്ഥയായിരിക്കില്ല അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ വളരെ സന്തോഷം ഫീൽ ചെയ്തേക്കാം. അപ്പോൾ അതൊന്നും കൂടെ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ മനസ്സിലാവുകയേ ഇല്ല. ചില മലയാള സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമകളിൽ എപ്പോഴും മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് കാണിക്കുന്ന സമയത്ത് പുതിയ സിനിമകളിൽ എസ്പെഷ്യലി കുറെ എക്സാജറേഷൻസ് അല്ലെങ്കിൽ അതിഭാവുകത്വങ്ങൾ ചേർക്കാറുണ്ട്. കാരണം കാണുന്നവനൊരു ത്രില്ല് തോന്നാൻ വേണ്ടി. ശക്തമായിട്ടുള്ള ശൂന്യത ഉള്ളിൽ തോന്നുന്നത് പോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള കോപം അവരിൽ നിന്ന് ഏത് സമയത്തും ഉണ്ടാകുന്നത് നിങ്ങൾ സാക്ഷിയായിട്ടുണ്ടായിരിക്കും. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ഭയങ്കര കോപവും അതിനനുസരിച്ചിട്ടുള്ള വർത്തമാനങ്ങളും പ്രവൃത്തികളും സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സും
ഭീഷണികളും ഒക്കെ ദിനം പ്രതി ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് കാണാൻ സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനസിക സമ്മർദ്ദം വളരെയധികം ഇവരിൽ ചില സമയത്ത് അധികരിച്ചു വരുന്നത് കൊണ്ട് അതിനനുസരിച്ച് ഇവരുടെ മനസ്സിൽ പല സംശയങ്ങളും ചോദ്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരു പാരനോയിഡ് സ്റ്റേജിൽ എന്നതുപോലെ തന്നെ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില സമയത്ത് അവർക്ക് അവരുടെ ഇമോഷൻസുമായിട്ടുള്ള കണക്ഷൻ ലൂസ് ചെയ്തതുപോലെ അല്ലെങ്കിൽ തന്നെ നഷ്ടപ്പെടുന്നത് പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. എന്തുകൊണ്ടാണ് ഞാൻ ഇനി പരിഹാരങ്ങളും കൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ കുറവുകളുള്ള മനുഷ്യരെയും കൂടെ നിർത്താനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത്തരത്തിൽ എന്നെ ശ്രവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്നിൽ നിന്നൊരു പോസിറ്റീവ് കിട്ടുന്നവർ മാനസികമായിട്ട് ശക്തി പ്രാപിക്കുകയും ഒരു ശക്തമായിട്ടുള്ള വ്യക്തിത്വത്തിലൂടെ ഒരു പ്രൊട്ടക്ടറെ പോലെ മുന്നോട്ട് പോകാനായിട്ടും സ്വയവും ചുറ്റിനുള്ളവരെയും കൈപിടിച്ചുയർത്താനായിട്ടും വിജയിക്കാനായിട്ടും സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ സൈക്കോ സ്പിരിച്വൽ സൊല്യൂഷൻസ് കൂടി ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ സൊല്യൂഷനാണ്. ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, എൻകറേജ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണത്. മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നിന്നുള്ള തെറാപ്പിയോ ഇനി അതിൽ നിൽക്കാത്ത കേസാണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിങ്ങളെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് ചിലപ്പോൾ റെഫർ ചെയ്തേക്കാം. അത് സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ ഒരു എത്തിക്സിന്റെ ബേസിൽ അത് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഇവരെ എത്തിക്കാനുള്ള നടപടികൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ സൈൻ ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുകയും ഇതിന്റെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പോലെയോ അതിനപ്പുറത്തേക്കോ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ നടപടികൾ ചെയ്തുകൊണ്ട് പോകാനാകും എന്നൊക്കെയുള്ളത് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നടക്കുന്നത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടായിരിക്കണം. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്, മോട്ടിവേഷണൽ ട്രെയിനറും സൈക്കോളജിസ്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്, സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും സ്പിരിച്വൽ കൗൺസിലിങ്ങും എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഒക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എസ്പെഷ്യലി മനഃശാസ്ത്രവും ആത്മീയതയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് കുറെ കൂടി എഫക്റ്റീവായിട്ട് ആളുകളെ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കാരണം ശാസ്ത്രത്തിന് എല്ലാത്തിനും ഉത്തരമില്ല എന്നുള്ളത് തന്നെ. ആത്മീയതയ്ക്ക് എല്ലാത്തിനും ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കാനായിട്ടും പല സാധ്യതകളിലേക്ക് കടത്തിവിടാനായിട്ടും സാധിക്കും. എസ്പെഷ്യലി പ്രാചീന ഭാരതത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്ക് ഹെൽത്തി ലൈഫ് നയിക്കുവാൻ വേണ്ടി, ഹെൽത്തി ലൈഫ് നയിക്കുന്ന ഒരാൾക്ക് സെൽഫ് ആക്ച്വലൈസേഷനിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെയുള്ള എല്ലാ ടെക്നിക്സും ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു ബോർഡർ ലൈൻ വിക്ടിമായിട്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അവലംബിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് സെറ്റിംഗ് ബൗണ്ടറീസ് ആണ്. ഈ ബൗണ്ടറീസ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഈ വ്യക്തികൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. ഈ വ്യക്തികൾ നിങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്കല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അവർ കെയർ വേണ്ട ആൾക്കാരാണ്. അപ്പൊ അവരുടെ കെയറിന് ആ കെയർ കൊടുക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബൗണ്ടറീസിൽ ഇട്ടിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും പേഴ്സണലായിട്ട് എടുക്കരുത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തിയും നിങ്ങൾ പ്രത്യാശകൾ അർപ്പിച്ചിരിക്കുന്ന ആളുമാണെങ്കിലും അവരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യാതിരിക്കട്ടെ. കാരണം ഓൾറെഡി അവരുടെ ഇമോഷൻ അതിന്റെ റണ്ണിങ് ബാലൻസ് തെറ്റിക്കിടക്കുകയാണ്. ആ സമയത്ത് ആ ഇമോഷൻസ് നിങ്ങളുടെയും കൂടി ഇമോഷൻസിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ഒരു പരാജയമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. ഇമോഷൻസിനെ നിയന്ത്രിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിയും അല്ലെങ്കിൽ പ്രാചീന ഭാരതീയ സങ്കല്പങ്ങളും ഒക്കെ റോള് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മെഡിറ്റേഷനും യോഗയെക്കുറിച്ചൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് പറയേണ്ട കാര്യമില്ല. കാരണം ഈ ചാനലിൽ ഒരുപാട് തവണ പല രീതിയിലുള്ള എസ്പെഷ്യലി മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഒക്കെ നമ്മളെ സെൽഫ് കൺട്രോൾ ചെയ്യാനും റിയാലിറ്റിയിലേക്ക് എർത്ത് ചെയ്യാനും ഒക്കെ വളരെ സഹായകമാണ്. മുൻപ് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുമുണ്ട്. നെക്സ്റ്റ് ഈസ് അബൌട്ട് പ്രാക്ടീസ് സെൽഫ് കെയർ ആണ്. നിങ്ങളുടെ മാനസിക ആരോഗ്യം, നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം, നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ആരോഗ്യം, മാനസികമായിട്ടും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും പ്രതിരോധം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള സെൽഫ് കെയർ ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ധ്യാനിക്കുന്നത് കൊണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ നിങ്ങൾ യോഗ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ഒരു ബന്ധങ്ങളും തകർന്നു പോവുകയില്ല. അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് അതിലേക്ക് ചേരാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ ആശയവിനിമയം എഫക്റ്റീവായിട്ട് നടത്തുക. അവരുമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുക. വിത്തൗട്ട് അഗ്രഷൻ ഓർ പാസിവിറ്റി. ഒരു സ്റ്റെബിൾ ആയിട്ടുള്ള സ്റ്റേജിൽ എപ്പോഴും സംസാരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഗുരുവിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾ തന്നെ ഒരു ഋഷിയാണെന്ന് ചിന്തിക്കുക. ആ സമയത്ത് നമുക്ക് വളരെ ശാന്തമായിട്ട് നിലകൊള്ളാനായിട്ട് സാധിക്കും. ആൻഡ് നമ്മുടെ സ്ട്രെസ്സിനെ നമ്മൾ കടിഞ്ഞാണിട്ട കുതിരയെ പോലെ നിയന്ത്രിച്ചു നിർത്തുകയും വേണം. ഇങ്ങനെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് സ്റ്റെബിലിറ്റിയിൽ ബാലൻസ്ഡ് ആയിട്ട് നിന്നിട്ടും
നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലാത്ത പക്ഷം എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ സ്കോപ്പ്, അതിന്റെ പ്ലേസ് എപ്പോഴും നിങ്ങൾക്ക് അറ്റ് ഹാൻഡ് ഉണ്ടായിരിക്കണം. ഒരു ഡോക്ടറെ വിളിക്കാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോളജിസ്റ്റിന്റെ ഒരു സപ്പോർട്ടോ എപ്പോഴും അവരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു പ്രത്യേക സാഹചര്യം വരുന്ന സമയത്ത്, പീക്ക് ലെവലിലേക്ക് പ്രശ്നങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അത്താണിയായിട്ട് വർത്തിക്കാനായിട്ട് ഒരു സംഗതി ഉണ്ടായിരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾക്കുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകളുണ്ട്, അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ധൈര്യവും കോൺഫിഡൻസും അറിവും ലഭിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ആളുകൾ പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ബയോ സൈക്കോ സോഷ്യൽ റീസൺ അല്ലെങ്കിൽ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്നാണ് മനഃശാസ്ത്രത്തിൽ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളതോ ഹോർമോണൽ ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിങ്സിന്റെ ബേസിലുള്ളതോ ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ലെവലുള്ളതായിട്ടുള്ള പല കാരണങ്ങളാണ് ബയോളജിക്കൽ കോസസിൽ പ്രധാനമായിട്ടും പെടുന്നത്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ കോസ് അവർ ജനിച്ചു കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ആർജിച്ചെടുത്തതായിട്ടുള്ള പേരന്റിങ്ങിന്റെയും ഒക്കെ എഫക്റ്റ് ഇവരിൽ മാനസികമായിട്ടുള്ള അവസ്ഥകളെ രൂപീകരിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരായിരിക്കുന്ന സമൂഹം, ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അവരുടെ വരവേൽപ്പുകളും റിജക്ഷൻസും ഒക്കെ മനുഷ്യനെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ എല്ലാ മനുഷ്യരും സംശുദ്ധരും ഇന്നസെന്റുമായിട്ട് ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത്, ഈ ചുറ്റുപാടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവൻ പല രീതിയിലുള്ള അവസ്ഥകളിലേക്ക് മാറുകയാണ്. കുട്ടിക്കാലത്ത് ലൈക്ക് എ സ്പോഞ്ച് വി അബ്സോർബ് എവറിത്തിങ്. പിന്നീട് അത് നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് പോയിട്ട് നമ്മളെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള മഹാശക്തിയായിട്ട് മാറുകയാണ്. അടുത്തതായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് പ്രാർത്ഥന, ദൈവത്തിനോടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കണക്ഷൻ വിത്ത് ദ ഹയർ സെൽഫ് ആണ്. ഹയർ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കാളും വളരെ പവർഫുൾ ആണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഗോഡിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് വേർഷൻ ആണ് നിങ്ങളുടെ ഹയർ സെൽഫ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് നിങ്ങൾക്ക് ദൈവത്തിനെ കണ്ടെത്താൻ സാധിക്കുന്നതും ദൈവത്വത്തിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കുന്നതും. സോ ഡിപ്പെൻഡിങ് ഓൺ യുവർ ഹയർ സെൽഫ്, അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇമോഷണലി ആണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും നിങ്ങളെയും നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകളെയും നിയന്ത്രിക്കാനും മാനേജ് ചെയ്യുവാനായിട്ടും കൈകാര്യം ചെയ്യുവാനായിട്ടും. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള നയതന്ത്രജ്ഞനെ പോലെയോ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രപഞ്ചത്തിന്റെ ഈ അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജിക്ക് സാധ്യമാണ് എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള പ്രത്യാശാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ ഏതവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും ക്ഷമിക്കാനുള്ള മനസ്ഥിതി, അതുപോലെ തന്നെ ദയവ്, സ്നേഹം, ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് തരുന്ന ഒരു അവസരമാണ് ഇത്തരം വ്യക്തിത്വങ്ങളുടെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത്. സോ യുവർ സോൾ വിൽ ലേൺ ദോസ് തിങ്സ്. അതിൽ നിന്ന് കിട്ടേണ്ട ലെസൺസ് നിങ്ങളുടെ ആത്മാവ് അബ്സോർബ് ചെയ്തുകൊണ്ട് അടുത്ത തലത്തിലേക്ക് പോകുവാനായിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ഒരു അവസരമായിട്ട് ഇത്തരത്തിലുള്ള ജീവിതം കണക്കിലെടുക്കുക. അല്ലാതെ ജീവിതം തകർന്നു എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യവും അവിടെയില്ല. നിങ്ങൾ കുടുംബത്തിനെ കരിപിടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു സോളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഭാവിയിൽ നിങ്ങളൊരു ഓൾഡ് സോൾ എന്നല്ല, ഒരു ഗോൾഡ് സോൾ എന്നറിയപ്പെടും. അതുപോലെ തന്നെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കുകയും സുഖപ്പെടുത്തുന്നതുമായിട്ടുള്ള സംഗീതങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗെയിൻ ചെയ്തുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും. അതുകൊണ്ട് മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ ഒരു സാഹചര്യത്തിലേക്ക് വിട്ടിരിക്കുന്നത് നിങ്ങൾ അശക്തനോ അശക്തയോ ആയതുകൊണ്ടല്ല. നിങ്ങൾക്ക് ആ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടാകണം. അത് മറികടന്നു വരുന്ന സമയത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് വിജയത്തിന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ സമ്മാനം മേടിക്കുവാനായിട്ട് ശക്തമായിട്ട് വെളിച്ചത്തിന്റെ പാതയിലും സത്യത്തിന്റെയും ന്യായത്തിന്റെയും നീതിയുടെയും എത്തിക്സിന്റെയും മൊറാലിറ്റിയുടെയും സദാചാരത്തിന്റെയും ട്രഡീഷന്റെയും പാതയിലൂടെ ഒരു വെളിച്ചത്തിന്റെ മാലാഖയായിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.